ശരിയായ പ്രാർത്ഥനയ്ക്കുള്ള 3 തടസ്സങ്ങൾ. 3 enemies of prayer. പ്രാർത്ഥനയ്ക്കുള്ള 3 തടസ്സങ്ങളാണ്. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം. സ്വർഗമണ്ഡലം ഭൂമിയിൽ ഇറക്കിക്കൊണ്ടുവരാൻ കഴിയുന്നത് പ്രാർത്ഥനയ്ക്ക് മാത്രമാണ്. വേറെ ഒന്നിനും ശക്തിയില്ല. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. പിന്നെ നമ്മൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പം പരിശുദ്ധാത്മാവിനെ തിരിച്ചു തന്നു. അതോടുകൂടി ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതുസൃഷ്ടിയായി, പഴയത് കഴിഞ്ഞിരിക്കുന്നു. പഴയെന്ന് പറയുന്നത് ആദി ആദത്തിൻ്റെ സ്വഭാവം. ആദി ആദം പാപം ചെയ്ത് പിന്നെ ഓരോ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഓട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് പോലെ പാപത്തിൻ്റെ ആത്മാവില്ലാത്ത മക്കൾ കൊണ്ട് ഭൂമി അങ്ങ് നിറഞ്ഞു. എത്ര പെട്ടെന്ന് ഭൂമി ശാപഗ്രസ്തമായത്. അതുകൊണ്ടാണ് 6-ാം അധ്യായപ്പോഴത്തേക്ക് തന്നെ ദൈവം തമ്പുരാൻ പറയുന്നു, അയ്യോ മനുഷ്യനെ സൃഷ്ടിച്ച് ഞാൻ അനുതപിക്കുന്നു. അത്രേ ആയപ്പോഴേ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എന്ത് പെട്ടെന്നാണ് മാറിപ്പോയത്. അപ്പം അധികാരം എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ കിട്ടുന്നതിന് ഒരു പ്രയോജനവും ഇല്ല. അത് വളരെ പ്രധാനം. അതുകൊണ്ടാണ് പിന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ട്, ചെക്ക് ആൻഡ് ബാലൻസ്. കൃപയല്ല ഇവിടെ വരുന്നത്. നിനക്കത് തന്നാൽ അത് പ്രാപിച്ചെടുത്താൽ പ്രയോജനപ്പെടുമോ? റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, അവിടെയാണത്. അതും അങ്ങനെയുള്ളവർക്ക് അത് നോക്കി. അതാണ് കൂടുതൽ കൊടുത്താൽ അവനത് ചെയ്യും എന്നറിയാവുന്നവർക്ക് കൊടുക്കും. കുറച്ചുള്ളവർക്ക് ഓരോരുത്തരുടെ അളവനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതിൻ്റെ, ദൈവം കൊടുക്കുന്നതിൻ്റെ റീസണ്. ഇവൻ നമ്മൾ പോലും നമ്മുടെ വീട്ടിലെ ഓരോ ജോലി ചെയ്യുന്നതിന് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിയുടെ അവരുടെ കഴിവ് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ അവർക്കറിയാൻ വയ്യാതെ നമ്മൾ ഏൽപ്പിക്കില്ല. അങ്ങനെ തന്നെയാണ് ദൈവം തമ്പുരാൻ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ചിലപ്പം ഉത്തരം കിട്ടാതെ പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ റീസണാണ് അൺബിലീഫ്, അവിശ്വാസം. യാക്കോബി പറയുന്നുണ്ട്, പിന്നെ ദ പ്രെയർ ഓഫ് എ റൈച്ചസ് മാൻ അവെയിലത്ത് മച്ച്. അതായത് ദൈവപുരുഷന്മാർ, വിശുദ്ധന്മാർ തമ്മിൽ പ്രാർത്ഥിക്കുന്നത് ദൈവം ശ്രദ്ധിച്ചു കേൾക്കുന്നത് പോലെ തന്നെ നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങേയറ്റം വിലയാണ്. അത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വചനമാണ്. യാക്കോബിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യാക്കോബ് ഇതിങ്ങനെ പറയുന്നു, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. യാക്കോബിൻ്റെ 5:16. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. വളരെ ഫലം തരുന്നതാണ് നീതിമാൻ്റെ പ്രാർത്ഥന. പക്ഷെ അൺബിലീഫ് എന്ന് പറഞ്ഞ കർത്താവിന് സഹിക്കത്തില്ല. കാരണം ഇത്ര വലിയവനായൊരു ദൈവം എൻ്റെ അടുക്കൽ വന്ന് നേരിട്ട് പറഞ്ഞിട്ടും നീ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഞാൻ തന്നെ പലയിടത്തും പ്രാർത്ഥിക്കാൻ പോകും. വളരെ തീക്ഷ്ണമായിട്ട് ചിലപ്പം പ്രാർത്ഥിച്ച് ദൈവത്തോട് ഉത്തരം ചോദിച്ച് ദൈവം തന്നെ പറഞ്ഞു വിട്ട്, ശരി നീ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത്, നമ്മളവിടെ ചെന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വരും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയും, എൻ്റെ കർത്താവേ ഇവർക്ക് നീ രോഗസൗഖ്യം കൊടുക്കണേ. രോഗസൗഖ്യം കൊടുക്കുന്ന കർത്താവ് പറഞ്ഞ് നമ്മളെ വിട്ടത്. കൊടുത്തിരിക്കുന്നു, തന്നിരിക്കുന്നു, അവൻ്റെ അടിപ്പിണരുകൾ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. പാസ്റ്റ് ടെൻസ്. അത് കഴിയുമ്പോൾ ഒരു വലിയൊരാൾ അവിടെ നിന്നുകൊണ്ട് പറയും, അയ്യോ കർത്താവ് ഇവർക്ക് സൗഖ്യം കൊടുക്കണമെന്ന്. ഞാൻ മുമ്പേ പറഞ്ഞത് എന്തുവാ? സൗഖ്യം കിട്ടിയെന്ന് ദൈവം പറഞ്ഞു, ഇവരവരുടെ വലിയ സ്നേഹത്തിൽ പറയുന്നു കർത്താവെ സൗഖ്യം കൊടുക്കും. നമ്മൾ ചിന്തിക്കുന്നതിനും പറയുന്നതിനും വിപരീതമായിട്ട് കൗണ്ടർ ചെയ്ത് വേറൊരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇഫക്റ്റ് നള്ളിഫൈ ചെയ്തില്ലേ? വക്കീൽ കോടതിയിൽ ആർഗ്യൂ ചെയ്ത് കേസ് കൊടുക്കുകയാണ്. ഇവർക്കുള്ള സ്ഥലമാണ്, ഇവർക്കിത് കൊടുത്തേ പറ്റത്തുള്ളൂ, ഇവരുടെ അപ്പൻ്റേതായിരുന്നു, ഇവർക്ക് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് ചിന്തിച്ചു, അതെൻ്റേതല്ലെന്ന് ആൾ പറഞ്ഞാൽ വക്കീൽ വിഡ്ഢിയായില്ലേ? കറക്റ്റല്ലേ ഞാൻ പറയുന്നത്? അതല്ലേ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാണിക്കുന്നത്? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിച്ച് മരിച്ചാലും ദൈവം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നെന്ന് പറയാൻ കഴിവുണ്ടോ? അവിടെ ഒരു അതിശയം നടക്കും. ഇതെല്ലാം ഈ ജഡം കയറി കിടന്നുകൊണ്ട് കളിച്ചിട്ട് അൺബിലീഫ് വരികയാണ്. ദൈവം പറഞ്ഞതിന് കൊടുക്കേണ്ട പ്രാഗൽഭ്യം കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, എൻ്റെ കയ്യിൽ കാശുണ്ട്, 1,00,000 രൂപ എനിക്ക് ആവശ്യമുണ്ട്. ആ പറഞ്ഞ ആൾ മാന്യതയുള്ള മനുഷ്യനാണെങ്കിൽ 10-ാം തീയതി വരാൻ പറഞ്ഞാൽ 10-ാം തീയതി ഞാൻ പോകണ്ട, ഇന്ന് 1-ാം തീയതി ആണെങ്കിലും 10-ാം തീയതി കിട്ടിയതുപോലെ എൻ്റെ കയ്യിൽ 1,00,000 രൂപ വന്നു കഴിഞ്ഞു. ബിക്കോസ് പറഞ്ഞ വ്യക്തി വിശ്വസ്തനാണ്. എന്നാ പറഞ്ഞാലും ആ 1,00,000 രൂപ 10-ാം തീയതി എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നവനാണെങ്കിൽ പറഞ്ഞിട്ട് എന്നാ ഗുണം?
അപ്പോൾ പറയുന്ന ആളിൻ്റെ വ്യക്തിത്വത്തെയാണ് ഇവിടെ മാനിക്കുന്നത്. എന്നോട് പറഞ്ഞത് യേശുവാണ്, പോയി പ്രാർത്ഥിക്കുക, രോഗസൗഖ്യം കിട്ടിയിരിക്കുന്നു. അവരേറ്റെടുത്തില്ലെങ്കിൽ എന്നെയല്ലേ മാനിക്കാഞ്ഞത്, ദൈവത്തെ. ഒരു ദാസൻ വന്ന് പറയുന്നത് യജമാനൻ്റെ മഹത്വമാണ് അയാൾ പറയുന്നെങ്കിൽ അത് മാനിച്ചാൽ നീ ദാസനെ അല്ല മാനിച്ച ദൈവത്തെ. അത് മനസ്സിലായി. അപ്പം അൺബിലീഫ് ദൈവത്തിന് സഹിക്കത്തില്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് 3:12 അവിശ്വാസമെന്ന ദുഷ്ട പിശാചിനെ അടിച്ചു മാറ്റണം. അപ്പം ദൈവം സത്യമാണെന്നും അവൻ പറഞ്ഞത് പ്രവർത്തിക്കുമെന്നും നമ്മൾ ആ പറഞ്ഞതിൽ പിടിച്ചു നിന്ന് വാങ്ങിച്ചെടുക്കുമെന്നുള്ള ഉറപ്പ് വന്നോ പിശാച് നിൽക്കത്തില്ല. അപ്പോൾ വേവറിങ് മാൻ, ഈ യാക്കോബിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന്. അതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. ഒത്തിരി അറിയാം, പക്ഷെ എന്നാ ഗുണമാണ്. അതുണ്ട് ഇവിടെയാണ് പറയുന്നത്, നിങ്ങൾ എന്നാൽ താൻ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. നമ്മൾ ചോദിക്കുന്നത് സംശയിക്കുന്നവൻ, സംശയം ഉണ്ടായിരുന്നു, സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്. അങ്ങനെയുള്ളവനെ കൊണ്ട് ഒന്നും നേടത്തില്ലെന്ന്. എന്താ പറഞ്ഞത്? സംശയിക്കുന്നവൻ. ആ കൂട്ടത്തിലല്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ, എപ്പോഴും അല്ല, ചിലപ്പോഴെങ്കിലും. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കുകയേ വേണ്ടെന്ന്. അപ്പോൾ നമുക്ക് അവിടെ നിർത്താം. കർത്താവെ, ഈ അൺബിലീഫ്, ഈ രണ്ട് സൈഡ് നിൽക്കുന്ന സ്വഭാവം എടുത്തു മാറ്റി ഏക മനസ്സിനെ തരണമേ. എലിമിനേറ്റ്. വേണ്ടാത്തതിന് എൻ്റെ മുമ്പിൽ നിന്നും ജീവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നും ബുദ്ധിമണ്ഡലത്തിൽ നിന്നും എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ സാഹചര്യത്തിൽ നിന്നും മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല ഇപ്പം എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ബലഹീനത അറിയാം. അതായത് ഈ അവിശ്വാസം എന്ന ഈ ദുഷ്ടനെ, ഇതൊരു പിശാചാണെന്നേ. ഈ അവിശ്വാസം ഇട്ടത് ഏദൻ തോട്ടത്തിലാണല്ലോ. അവിടെ ഒരു കള്ളപ്പിശാചായിരുന്നല്ലോ. അവൻ ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. അതുകൊണ്ടല്ലേ യേശു പറയുന്നുണ്ട് യോഹന്നാൻ്റെ 8:40, ഇവനൊരു ദുഷ്ടൻ, അവൻ നോണയൻ്റെ അപ്പനെന്ന്. അത് യേശുവിനല്ല ആർക്ക് പറയാൻ നോക്കും. പിന്നെ നമ്മളെന്തിനാ ഇവൻ്റെ പൂണിൽ ചെന്ന് വീഴുന്നത്? സങ്കടം. അപ്പോൾ അവിശ്വാസമാണ് പ്രാർത്ഥന കിട്ടാത്തതിന്. 2, നിൻ്റെ തന്നെ ഫ്ലഷ്, നിൻ്റെ തന്നെ ജഡം. എല്ലാം പെട്ടെന്ന് കിട്ടണം വേണ്ടി എളുപ്പ വഴികളെല്ലാം നമ്മൾ ആഗ്രഹിക്കും. എളുപ്പം എന്ത് ചെയ്യാമോ അതെല്ലാം നമ്മൾ കാട്ടിക്കൊടുക്കും. ഇരുട്ടത്ത് എത്ര എളുപ്പം കിട്ടാമോ അതെല്ലാം ചെയ്യും. പക്ഷേ ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ദൈവത്തിന് ചേരാത്തത് എനിക്ക് വേണ്ട, അതെൻ്റെ വഴിയിൽ വരല്ലേ, ആ വാതിൽ അടഞ്ഞു പോട്ടെ, ഇപ്പോഴേ അടയണം കർത്താവേ. ഇൻസ്റ്റൻറ്റ് ഇത് പെട്ടെന്ന് എനിക്ക് കിട്ടണം. എൻ്റെ ജഡത്തിൻ്റെ എനിക്കത് ഈ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഓട്ടിസമൊക്കെ ഉള്ള പിള്ളേർ, അതായത് ഇച്ചിരി ബുദ്ധിക്ക് ചില കാര്യങ്ങൾക്ക് അവർക്ക് ബുദ്ധി കുറവുണ്ട്. ചിലത് നല്ല മിടുക്കരും അവർ, പക്ഷെ അവർക്ക് വിശന്നിരിക്കാനൊക്കത്തില്ല. വിശപ്പും വരുമ്പോഴത്തേക്ക് വലിച്ചെറിയും, പാത്രം അടിച്ചെറിയും, ദേഷ്യപ്പെടും, ബഹളം. കാരണം എന്താ? അവരുടെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ചിലർ ഭക്ഷണത്തിനിരിക്കുമ്പോണ്ടുണ്ട് ഒന്നും ഒരിക്കലും കഴിക്കാത്ത പോലെ എടുത്ത് ഭക്ഷണം കഴിക്കും. കാരണം അവർക്ക് ആ ഫ്ലഷിനെ, ആ ജഡത്തിലുള്ള ആ വിശപ്പിനെ അടക്കാൻ അറിയത്തില്ല. നമുക്കറിയാം അതൊക്കെ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെ ഫ്ലഷ് നമുക്ക് തടസ്സമാണ്. പിന്നെ ദ സിൻ ഓഫ് റിലീജിയസ് ബിസിനസ്, ആത്മീയ ഗോളത്തിൽ അങ്ങനെ പ്രവൃത്തി ചെയ്തങ്ങ് നടക്കുകയാണ്. പക്ഷേ ഈ അത്തിവൃക്ഷത്തിന്മേൽ ഒരു കായും ഉണ്ടാക്കത്തില്ലെന്ന് യേശുവിനറിയാം. അറച്ചലയാണ്, ഒന്നിൻ്റെ പുറത്ത്. ഇതിൻ്റെ പ്രസിഡൻറ്റ്, അതിൻ്റെ സെക്രട്ടറി, അതിൻ്റെ ട്രഷറർ, ഇതിൻ്റെ കാര്യം നടത്തുന്നവൻ, ഇതിന് അഭിപ്രായം പറയേണ്ട, ഇതിൻ്റെ മീറ്റിങ്ങിൻ്റെ ഓർഗനൈസർ, എല്ലാം നമ്മുടെ തലയിൽ. സൂക്ഷിച്ചോണേ ദൈവാത്മാ പറയുന്നു. യു ക്യാനോട്ട് ഗിവ് വാട്ട് യു ഡു നോട്ട് ഹാവ്. നിനക്കില്ലാത്ത നീ മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കും? നീ ആദ്യമേ ദൈവത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന് ദൈവാലോചന കിട്ടാതെ എന്തിനാണ് നീ ഈ പദവികൾ ഏറ്റെടുത്തിരിക്കുന്നത്? ബിസിനസ്, അതായത് എല്ലായിടത്തും എൻ്റെ മുഖം വേണം. എന്നിട്ട് നമ്മൾ വലിയ ഗമ പറയുമോ ഞാനില്ലാത്ത ഒരു കാര്യമില്ലെന്ന്. ബിസിനസ് ടെൽ, അതായത് ദ പ്രാക്ടിക്കൽ വേ ഓഫ് പ്രെയർ ലൈഫ് ഇല്ലാത്ത ഒരാളാണ് ഒത്തിരി ബിസിനസ്സാണ്. കമ്മിറ്റീസ്, മിനിസ്ട്രീസ്, പിന്നെ അങ്ങപ്പുറത്ത് പോകണം, ഇവിടെ പോകണം, ഒക്കെ കാര്യം എന്തെല്ലാം പള്ളിയിൽ നടക്കുന്നോ ഇവരെ കൂടാതെ നടത്തിപ്പോയെങ്കിൽ പ്രശ്നമാണ്. ദാറ്റ് ഈസ് ബിക്കോസ് യു ഹാവ് നോട്ട് സ്പെൻഡ് ടൈം, പേഴ്സണൽ ടൈം വിത്ത് ദ ലോർഡ്. അതിന് നേരമില്ലല്ലോ, പിന്നെ ക്ഷീണമല്ലേ. അത് ഈ പ്രിവെയിലിംഗ് പ്രേയേഴ്സ് റിക്വയർസ് എ പ്ലേസ്, എ സ്മോൾ റൂം ഓർ എ പ്ലേസ് വെയർ, ബെഡ്റൂം ആയാലും കുഴപ്പമില്ല, എ ഷട്ട് ഡോർ, അടച്ച വാതിൽ വെച്ചിട്ട് അകത്തിരിക്കണമെന്ന്. അവർ ഓടി നടക്കുന്നവരെ കുറിച്ചല്ല ഇത് പറയുന്നത്. ദാറ്റ് ഈസ് പ്രിവെയിലിംഗ് പ്രെയർ.
പണ്ട് പ്രിവെയിലിംഗ് പ്രെയർ ചെയ്ത് കാര്യം നേടിയിട്ടുള്ളവരാണ് നമ്മളുമൊക്കെ. ഇവിടെയൊക്കെ എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ മണിക്കൂറുകളല്ലേ, എത്രയോ ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാര്യം നേടുക. ഞാനും അങ്ങനെ തന്നെയാണ് നേടുന്നത്. പ്രാർത്ഥിച്ച് ഉപവാസ പ്രാർത്ഥന, ഒറ്റയിരുപ്പല്ല, പക്ഷേ ഉപവാസ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ഇരുത്തിട്ട് റിക്വേഴ്സ് എ പ്ലേസ്. ഒരു സ്ഥലമുണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക്. എനിക്കൊരു പ്രത്യേക മുറിയുണ്ട്, ഞാൻ അവിടെ ഷട്ട് ഡൗൺ. അത് പലപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ബെഡ്റൂം തന്നെയാണ്. ഞാൻ അവിടെ ഇരിക്കും, അവിടെ ഇരുന്ന് വചനം എടുത്ത് വായിച്ച് അവിടെ തന്നെ ചിലപ്പോൾ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, ചിലപ്പോൾ ഞാൻ നടന്ന് പ്രാർത്ഥിക്കും, ചിലപ്പോൾ ഞാൻ ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കും. എല്ലാം ഈ മുറിക്കകത്തുനിന്ന്. ബിക്കോസ് ദർ ഇസ് എ കണക്ഷൻ. അവിടെ ഇപ്പോൾ പ്രാർത്ഥനാ മുറി പോലെ ആയിട്ടുണ്ട്. നമുക്ക് കൂടെ പിള്ളേരില്ലാത്തതുകൊണ്ട് സൗകര്യമുണ്ട്. ഇറ്റ് മേ ബി യുവർ ബെഡ്റൂം, ബട്ട് കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. ഈ 63-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ അധികാലത്തേ ഞാൻ നിന്നെ അന്വേഷിക്കും. ഈ സമയമുണ്ടല്ലോ, ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന സമയം രാവിലെ ആകെ ഉച്ചയ്ക്ക്. പക്ഷേ ദൈവവുമായിട്ട് സമയം എടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. അത് നോൺ നെഗോഷ്യബിൾ, അത് മാറ്റാനൊക്കത്തില്ല. അത് നമ്മൾ നിർബന്ധം പറയും. കർത്താവ് ദാവീദ് പറയുന്നുണ്ട്, ഞാൻ അധികാലത്തേ ഉണർന്ന്, ഐ വേക്ക് മീ അപ്പ് ഇൻ ദ ഡോൺ ഇറ്റ് സെൽഫ്. ജീസസ് വോക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഏർലി മോർണിംഗ് പ്രെയർ ആർ ഇമ്പോർട്ടൻറ്റ്. ഗിവ് ഗോഡ് ദ ഫസ്റ്റ് പ്ലേസ് ഇൻ യുവർ ടൈം. ദൈവത്തിന് സമയം കൊടുക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയ്ക്കുള്ള തടസ്സം. 1, നമ്മൾ അൺബിലീവ്, അവിശ്വാസം. 2, നമ്മുടെ ഫ്ലഷ്, എൻ്റെ ജഡീക ചിന്തകൾ, എനിക്ക് ഇപ്പോൾ ഉടനെ കിട്ടാവുന്ന കാര്യങ്ങൾ. 3, ദി സിൻ ഓഫ് റിലീജിയസ് ബിസിനെസ്. ഒക്കത്തിനും ഞാൻ ബിസിയാണ്. എനിക്ക് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത് കേൾക്കാൻ നേരമില്ല. കാരണം ഞാനില്ലാതെ അവിടെ ഒരു കാര്യം നടക്കത്തില്ല. എല്ലാ കമ്മിറ്റിയിലും ഞാൻ വേണമല്ലോ, എല്ലാ മേരത്തിനും എൻ്റെ മുഖം കാണണം, എല്ലായിടത്തും എൻ്റെ മുഖം കാണുന്നത് എന്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ചിലരൊക്കെ വേറെ വല്ലവർക്കും വിട്ടുകൊടുക്കുന്നത്. നീ ഏറ്റെടുത്ത് ഒരെണ്ണത്തിൽ പൂർണ്ണമായിട്ട് ചെയ്യുക, ബാക്കിയുള്ളവർ എല്ലാവരും ചെയ്യട്ടെ. നമ്മൾ വിചാരിക്കും നമ്മളാരും ഇല്ലെന്ന്. നമ്മൾ മാറിയിരിക്കും വേറെ ആളിനെ ദൈവം കൊടുക്കുമെന്ന്. പ്ലീസ് ട്രൈ ടു ഡു ഇറ്റ്. ഇത് നമുക്കൊക്കെ ഓരോ പാഠമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതിൻ്റെ റീസൺ നമ്മളിൽ തന്നെയാണ് നിൽക്കുന്നത്, വല്ലയിടത്തും അല്ല. യു ആർ ഓൾവേസ് കോൺസ്റ്റൻറ്റ്, യു ആർ ഓൾവേസ് റെഡി. നമ്മളോ വേരിയബിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നു. ക്ഷമ ചോദിക്കുന്നു, പക്ഷേ ആയിട്ടില്ല. ആത്മാവിൻ്റെ തീഷ്ണതയും ഞങ്ങളെ നടത്തണമേ, കൃപ കൊണ്ട് പൊതിയണമേ, തീഷ്ണമായ ആഗ്രഹങ്ങളെ ഇട്ട് തരണമേ. ഉന്നതനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം അത് വളരെ പ്രിപ്പയർഡായിട്ട് വന്നിരിക്കാൻ പഠിപ്പിക്കണം. ഒരു മുറി, ഒരു സ്ഥലം, ഒരു ബുക്ക്, അത് വേദപുസ്തകം. വേറെ അനേകം ബുക്കിന് പല ബുക്കുകൾ പലരും എഴുതിയിട്ടുണ്ട്, അതൊക്കെ വേറെ, അതിലാണ് സെക്കൻഡറി. ആദ്യം നിൻ്റെ ബുക്ക്, നിൻ്റെ വചനം, അത് കഴിഞ്ഞിട്ടേ വല്ലവരുടെ ഉള്ളൂ. നിൻ്റെ വചനം ബുക്കിൽ നിന്ന് എടുത്തതല്ലേ ഈ വല്ലവരുമൊക്കെ പറയുന്നത്. പക്ഷെ ആദ്യം നിൻ്റെ വചനത്തിനകത്ത് ഊന്നുന്നത്. അങ്ങനെയുള്ള വചനം കേൾപ്പിക്കണം, അല്ലാത്തൊന്നും വേണ്ട കർത്താവേ. ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിക്കുന്നവരുടെ വചനം കേട്ടാൽ അവിടെയെല്ലാം ദൈവവചനം പൊങ്ങി വരും. കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴമേറിയ ആ മുത്തുച്ചിപ്പികൾ ഞങ്ങൾക്ക് തരാൻ ആഴത്തിലോട്ട് ഇറങ്ങുക അപ്പച്ച. നീ ഞങ്ങളെ ഇരുത്തി പഠിപ്പിക്കുന്ന സ്നേഹത്തിന് സ്തോത്രം. തലമുറകളെ പഠിപ്പിച്ചെടുക്കാൻ നീ വിശ്വസ്തൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ചൻ്റെ സന്നിധി ഇരിക്കുന്ന ഓരോ നിമിഷവും ബലപ്പെട്ടതാണ്. അതിനൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. ഇത് തലമുറയിലേക്ക് ഒഴുകിപ്പോകുന്നു. ഈ ജീവനദി സ്റ്റാർട്ട് ചെയ്ത് ഒരിക്കലും നിന്ന് പോകത്തില്ല. ഈ കത്തിയ തിരി ഒരിക്കലും കെട്ടുപോകത്തില്ല. ഈ യാഗവസ്തുവായിട്ട് നീ നിന്നെ തന്നെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ വന്ന് കൃപ പ്രാപിച്ചെടുക്കാൻ പഠിപ്പിച്ചാട്ട്. അതിനത് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.